നമസ്കാരം. റോസ് ടോക്സിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ സുന്ദര ഗ്രാമമായ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ വീഡിയോ. കൊല്ലങ്കോടിന്റെ സൗന്ദര്യം ആവോളം ആസ്വദിച്ചവരാണ് മലയാളികൾ. എന്നാൽ ചരിത്രപരമായി വേഗനാട് എന്നറിയപ്പെട്ടിരുന്ന ഈ നാടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കാണാം. ധർമ്മവർമ്മൻ എന്ന രാജാവിൽ നിന്നാണ് കൊല്ലങ്കോട് രാജവംശത്തിന്റെ തുടക്കം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ ഹേമാങ്കനെ എടുത്തു വളർത്തിയത് ഒരു കൊല്ലനായിരുന്നു. കൊല്ലനായ വളർത്തച്ഛന്റെ സ്മരണയ്ക്കായി ഹേമാങ്കൻ വേങ്ങനാടിനെ അയസ്കാരപുരം എന്ന് പേരിട്ടു. ആ സംസ്കൃത വാക്കിന്റെ മലയാളമാണ് കൊല്ലങ്കോട്. ഇത് കൊല്ലങ്കോട്ടെ പ്രശസ്തമായ കാച്ചാംകുറിച്ചി ക്ഷേത്രം. കൊല്ലങ്കോടിന് 15 കിലോമീറ്റർ ദൂരത്തുള്ള പ്രശസ്തമായ മുതലമട റെയിൽവേ സ്റ്റേഷനാണിത്. ഹേമാങ്കന് പിന്തുടർച്ചാവകാശികളില്ലായിരുന്നു. ഹേമാങ്കന്റെ സഹോദരി ദ്രോണവതി മാതാപിതാക്കളുടെ മരണശേഷം കൊല്ലങ്കോട്ടെത്തി. അവളെ കൊല്ലങ്കോടിന്റെ റാണിയായി വാഴിച്ചു. ദ്രോണവതിയുടെ മകൻ വീരരവി അങ്ങനെ കൊല്ലങ്കോട് സ്വരൂപത്തിന്റെ ഭരണാധിപനായി. മരുമക്കത്തായ സമ്പ്രദായത്തിലായിരുന്നു പിന്നീടുള്ള പിന്തുടർച്ചാവകാശം. വീരരവിക്കും പിന്തുടർച്ചാവകാശികളില്ലാതായപ്പോൾ ബ്രാഹ്മണർ അവർക്ക് വഴങ്ങിയ ഒരു നമ്പിടിയെ തലസ്ഥാനത്ത് വാഴിച്ചു. അന്നു മുതൽ കൊല്ലങ്കോട്ട് രാജാക്കന്മാർ വേങ്ങനാട്ട് നമ്പിടി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. യാഗങ്ങളിൽ കർമ്മപീഠത്തിലിരുന്ന ബ്രാഹ്മണർക്ക് യാഗദ്രവ്യങ്ങൾ നൽകുവാനുള്ള അധികാരം ഇവിടുത്തെ രാജാവിനുണ്ടായിരുന്നു. കേരളത്തിലെ യാഗങ്ങൾക്ക് സോമലത നൽകുന്നത് ഈ വെങ്ങനാട് കോവിലകത്ത് നിന്നാണ്. ഇന്ന് ഇവിടെയുള്ള കോവിലകം ഒരു സ്വകാര്യ ആയുർവേദ ആശുപത്രിയായി പ്രവർത്തിക്കുന്നു. ഇത് കൊല്ലങ്കോട് സ്ഥിതി ചെയ്യുന്ന പ്രകൃതി ക്ഷേത്രമാണ്, ചിങ്ങഞ്ചിറ ക്ഷേത്രം. ഒരുപാട് വർഷക്കാലത്തെ പഴക്കമുണ്ട് ഇവിടെയുള്ള ആൽമരങ്ങൾക്ക്. ആൽമര ചുവട്ടിലാണ് ഇവിടെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടെ നിരവധി തനതായ ആചാരങ്ങൾ നടത്തപ്പെടുന്നു. കൊല്ലങ്കോടുള്ള കാച്ചാംകുറിച്ചി ക്ഷേത്രം കാശ്യപ മഹർഷി സ്ഥാപിച്ചതാണ് എന്നാണ് ഐതിഹ്യം. ഇതുപോലെയുള്ള കളങ്ങൾ കൊല്ലങ്കോടിന്റെ ഒരു കാഴ്ചയാണ്. കൂടാതെ എങ്ങും പച്ച പുതച്ച വയലേലകളായിരുന്നു. അതിനു മുകളിൽ കരിമ്പനക്കൂട്ടങ്ങൾ കാറ്റുകൊണ്ട് താളം പിടിച്ചു. അങ്ങകലെ മലമുകളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന തെളിനീർ. 1800 ഫ്രാൻസിസ് ബുക്കാനൻ കൊല്ലങ്കോട് സന്ദർശിച്ചപ്പോൾ കണ്ട കാഴ്ചകളിൽ നിന്നും ഒട്ടും വിഭിന്നമല്ലായിരുന്നു. കൊല്ലങ്കോടിൽ നിന്നുള്ള മടക്കയാത്രയിൽ 10 കിലോമീറ്ററുകൾക്കപ്പുറമുള്ള പല്ലാവൂർ വാമല ക്ഷേത്രം കാണാനിടയായി. വാമല താഴ്വരയിലെ ഈ സുബ്രഹ്മണ്യ ക്ഷേത്രവും അതിനു മുന്നിലെ പാലമരവും നയനാനന്ദകരമായ കാഴ്ചയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ചുറ്റുമുള്ള ഗ്രാമക്കാഴ്ചകൾ കാണാം. എങ്ങും പച്ചപ്പാണ്. കൊല്ലങ്കോടിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി മറ്റൊരു ചരിത്ര ഇടത്തെ പരിചയപ്പെടുത്താൻ എത്താം.